ഹായ് ഗൈസ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ ഞാനൊരു ഹോം മെയ്ഡ് റെമഡി കാണിക്കുന്നുണ്ട്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ഓവർനൈറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ സ്കിൻ ക്ലിയർ ആയി എന്ന് പറയുന്നൊരു വീഡിയോ അല്ല. ഇത് ആക്ച്വലി ഒരുപാട് സ്റ്റെപ്സ് ഉള്ളൊരു ലോങ് പ്രോസസ്സാണ്. അതിലുള്ള ഒരു സ്റ്റെപ്പ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനൊരു സീരിയസ് ആയിട്ട് എൻ്റെ ഒരു ഫുൾ ജേർണി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളും ഹോം റെമഡി മാത്രമല്ല, കുറച്ചൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളുമൊക്കെ എനിക്ക് ഹോം റെമഡീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തൊരു സാധനമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുക. പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക. എന്തായാലും ഒരു റിസൾട്ട് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ജ്യൂസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പൊട്ടറ്റോ എടുത്ത് പീൽ ചെയ്ത് കട്ട് ചെയ്ത് അതിനൊരു ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള എൻസൈംസ് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഫുള്ളായിട്ട് വേണ്ട, അതിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓൾസോ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ ടൊമാറ്റോയും പൊട്ടറ്റോയും കൂടെ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പേസ്റ്റ് ഫോം മാറി നമുക്കൊരു ടോണർ ആക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ നമ്മൾ ലൂസ് ആക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ആഡ് ചെയ്തെടുത്ത് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് വാട്ടർ വേണമെങ്കിലും ആഡ് ചെയ്യാം. നോർമൽ വാട്ടർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ റോസ് വാട്ടറോ റോസ്മേരി വാട്ടറോ ഗ്രീൻ ടീ വാട്ടറോ എന്ത് വേണമെങ്കിലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ട് എടുക്കാം. ഞാനിവിടെ ഗ്രീൻ ടീ ആണ് എടുക്കുന്നത്. കാരണം ഗ്രീൻ ടീ നമ്മുടെ ആക്നീസിനൊക്കെ ഒന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഗ്രീൻ ടീ ഇട്ടൊന്ന് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ബോയിൽ ചെയ്തതിന് ശേഷം ആ ഗ്രീൻ ടീ ഉൾപ്പെടെ സ്ട്രെയിൻ ചെയ്യാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസ് പോലാക്കി കിട്ടും. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് തരിയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് അരിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഓപ്ഷണലായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അലർജി ഉണ്ട്, സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ പെട്ടെന്നാവുമെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു 2 or 3 ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അപ്പോൾ നമുക്കൊരു ടോണർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇതൊരു ബോട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റി അങ്ങനെ നമുക്കിത് ഡെയിലി ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടോണർ യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ വേണം. ഫിൽറ്റർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് പോകും. ഓക്കെ, ക്യാമറയിൽ കാണുമെന്ന് അറിഞ്ഞോളൂ. ഗ്ലോ കിട്ടും, ഗ്ലോ. ട്രൈ ഗൈസ് ആൻഡ് കമൻറ്റ് ഡൗൺ ദ റിസൾട്ട്സ്. പെട്ടെന്നൊന്നും ഇന്ന് ട്രൈ ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ബട്ട് ട്രസ്റ്റ് ദ പ്രോസസ്സ്, റിസൾട്ട് കിട്ടും. എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, ഓവർനൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വീക്ക്ലി നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ടോണർ ഒരാഴ്ച കൂടുതൽ ഇത് യൂസ് ചെയ്യരുത്, കേടായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും പുതിയതുണ്ടാക്കണം. കുറച്ച് പൊട്ടറ്റോയും കുറച്ച് ടൊമാറ്റോ ഒക്കെ എടുത്ത് ചെറുതായിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ആൻഡ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ അലർജീസോ വരുന്നെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഒരു മാറ്റം ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം റിസൾട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പിന്നെ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഹെൽപ്പ് ആവുമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം. ബൈ ബൈ.